ഇന്ദ്രബാലൻ 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയധികം സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ള മറ്റൊരു ഭീകരാക്രമണം ഇല്ല. 29 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു ടൂറിസം കേന്ദ്രത്തിൽ, അതും സുരക്ഷ കുറഞ്ഞ ഇടത്ത്, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ അവരുടെ റിലീജിയസ് ഐഡന്റിറ്റി നോക്കി പരിശോധിച്ച് കൊന്നുകളയാൻ ഈ ഭീകരവാദികൾ തീരുമാനിച്ചിട്ടുണ്ടാകുക? ഈ അറ്റാക്കിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഈ അറ്റാക്കിന്റെ ലക്ഷ്യം എൻ്റെ അനുമാനം പ്രകാരം ഒരു 3 ലക്ഷ്യമുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിനെ ഒരു ഫിയർ സൈക്കോസിസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. അത് ഈസ് ദ പ്രൈമറി എയിം. എന്താണെന്ന് വെച്ചാൽ കശ്മീരിന്റെ ടൂറിസത്തിനെ കുറയ്ക്കാൻ വേണ്ടി, അതിന്റെ കശ്മീരിന്റെ പീസിനെ ടോട്ടലി ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി, കശ്മീരിന്റെ നോർമൽസിയെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ലക്ഷ്യമാണ്. പിന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ, കശ്മീരിൽ പീസ് ഇല്ല, അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട്. അത് മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ ന്യൂ വേൾഡ് ഓർഡറിൽ ഇന്ത്യ സ്ട്രോങ് ആയി കൊണ്ടുവരികയാണ്. ഇന്ത്യ സ്ട്രോങ് ആയി വരുമ്പോൾ പാകിസ്ഥാന്റെ പൊസിഷൻ ഈസ് കോൺസ്റ്റന്റ്ലി ഇറോഡിങ്. പാസ്റ്റില് വെനെവർ എനി US ലീഡർ കെയിം ടു ഇന്ത്യ ഓർ എനി വേൾഡ് ലീഡർ കെയിം ടു ഇന്ത്യ, അവർ ഇൻവേരിയബ്ലി ഒരു പാകിസ്ഥാനും ഇന്ത്യയും ഒരുമിച്ച് വിസിറ്റ് ചെയ്യും. ഇറ്റ് വാസ് ലൈക്ക് എ സ്റ്റേപ്പിൾഡ് വിസിറ്റ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യ ഈസ് വിസിറ്റഡ് അലോൺ. ഇന്ത്യ ഈസ് വിസിറ്റഡ് ഫോർ വാട്ട് ഇന്ത്യ ഈസ്. പാകിസ്ഥാൻ ആരും വിസിറ്റ് ചെയ്യില്ല. ഇതൊക്കെ നടക്കുമ്പോൾ പാകിസ്ഥാൻ ഈസ് ലൂസിങ് ഇമ്പോർട്ടൻസ്. ദേ ആർ ലൂസിങ് ദെയർ ഫേസ് വാല്യൂ, ദേ ആർ ലൂസിങ് ദെയർ എക്കണോമിക് വാല്യൂ. അത് നടക്കുമ്പോൾ ഇതിനെ ഒരു ഇഷ്യൂ ആക്കിയിട്ട് ടു കീപ് ദെംസെൽവ്സ് അലൈവ് ഇൻ ദി ഇമേജ് ഓഫ് ദ വേൾഡ്, ദിസ് ഈസ് അനദർ അറ്റാക്ക് ഓൺ ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഹാസ് മച്ച് ടു ലൂസ്. കാരണം നോബഡി സപ്പോർട്ടിങ് ദം. ഇത് അവരുടെ വാട്ട് എവർ അറ്റംപ്റ്റ് ദേ ഹാവ് മെയ്ഡ്, അതിൻ്റെ ഒരു റിവേഴ്സലായിട്ടാണ് ഞാൻ കാണുന്നത്. യെസ്.